മഴ തുടങ്ങും, കാലവർഷം ശക്തിപ്പെടും. നമ്മുടെ ദേശീയപാതയിലെ അവസ്ഥ കൊണ്ട് തന്നെ നമ്മളെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അതോ ജനങ്ങൾക്ക് എന്തെങ്കിലും ഭീതി ഇതാവുമോ, അപകടങ്ങൾ ഉണ്ടാവുമോ? നമ്മുടെ IMD ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷം കേരളത്തിൽ ലഭിച്ച മഴയേക്കാൾ ഒരുപാട് മഴ ഈ വർഷം ലഭിക്കുമെന്നാണ് IMD ഡാറ്റ പറയുന്നത്. അപ്പം ഏറ്റവും നമ്മുടെ ഇപ്പം മുന്നിൽ നിൽക്കുന്ന വിഷയമാണ് ദേശീയപാതയുടെ സേഫ്റ്റിയുടെ ഒരു വിഷയമാണ്. അതോറിറ്റി ആണെങ്കിലും അതുപോലെ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അസോസിയേഷൻ, അതായത് ഡിസ്ട്രിക്ട് കളക്ടറെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിവ്യൂ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. മെയിൻ വരുന്നൊരു അപകടം എന്ന് വെച്ചാൽ ഈ കുന്നിടിച്ചിലാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇവരൊരു സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സോയിൽ നെയിലിംഗ് ആണ്. സോയിൽ നെയിലിംഗ് അപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ഇത് അറിയില്ല എന്താണ് സോയിൽ നെയിലിംഗ്. അത് കൂടാതെ മറ്റ് ടെക്നിക്സ് ഉണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സോയിൽ നെയിലിംഗ് കേൾക്കാൻ തുടങ്ങിയത് ഈ NH66 ഇങ്ങോട്ട് വന്നതിന് ശേഷം, വർക്ക് തുടങ്ങിയതിന് ശേഷമാണ്. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സോയിൽ നെയിലിംഗ് പല സ്ഥലങ്ങളിലും ഫെയിലിയർ ആയിട്ടുണ്ട്. വടകര ഭാഗത്തും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ പല ഭാഗത്തും ഇതുപോലെ സോയിൽ നെയിലിംഗ് ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു പേടിയാണ് സോയിൽ നെയിലിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഇതുകൊണ്ട് എന്തെല്ലാം ഈ ഒരു മണ്ണിടിച്ചിലുകൊണ്ട് തടയാൻ പറ്റുമോ? കാരണം സോയിൽ നെയിലിംഗ് പൂർണ്ണമായും ചെയ്ത് കഴിഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണ് ഇടിഞ്ഞുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ മണ്ണിനും ഓരോ നേച്ചറാണുള്ളത്. അപ്പോൾ ചില നേച്ചറിൽ ഈ സോയിൽ നെയിലിംഗ് അപ്ലിക്കബിൾ ആവില്ല. ഇപ്പോൾ സോയിൽ നെയിലിംഗിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം റീറ്റെയിനിങ് വാൾ ഒരു ഓപ്ഷനാണ്, അതുപോലെ ഗ്യാബിയോൺ വാൾ, ഷീറ്റ് പൈലിംഗ്, അതുപോലത്തെ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് അതർ ദാൻ സോയിലിംഗ് നമുക്കുണ്ട്. മഴക്കാലത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും കോൺട്രാക്ടേഴ്സ് ആയാലും ആ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പല സേഫ്റ്റി മെഷേഴ്സും ഉണ്ടാവും? ഈ മൺസൂൺ സമയത്ത് അത്ര സജീവമായിട്ട് ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ സേഫ്റ്റിയിൽ കൺസേൺ ചെയ്യാം. ആ ഒരു സേഫ്റ്റിയിൽ എന്തെല്ലാം ആവശ്യമുള്ളത് അത് ഡിപ്ലോയ് ചെയ്യാം. മാൻ ആണെങ്കിൽ മെഷീനറീസ് ആണെങ്കിൽ. എന്തുകൊണ്ടും ഈ വർഷം വളരെ ശക്തമായ രീതിയിൽ ഒരു സേഫ്റ്റി മെഷർമെന്റ്സും സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തുന്നത് അനിവാര്യമാണ്. പിന്നെ അതുപോലെ ഈ സോയിൽ നെയിലിംഗ് എല്ലാം ചെയ്ത് വെച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ ടൈം മോണിറ്റർ ചെയ്യാം. എന്തെങ്കിലും ഒരു മിസ് ഹാപ്പനിങ്സിന് പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് അത് മുൻകൂട്ടി കാണാനുള്ള ഒരു നൂതന മെഷീനുകൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റിയ നമ്മുടെ കൾവേർട്ടുകൾ, എക്സിസ്റ്റിംഗ് കൾവേർട്ട്, പ്രപ്പോസ്ഡ് കൾവേർട്ടുകളെല്ലാം ക്ലിയർ ആയിട്ട് റെയിൻ വാട്ടർ ഒരിക്കലും ഒരു അക്യുമുലേറ്റ് ചെയ്യാനോ സ്റ്റാഗ്നേഷൻ ഇല്ലാത്ത രീതിയിൽ തടസ്സമില്ലാതെ മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടു മെയിൻ കാരേജ് വേയിൽ നിന്ന് വെള്ളം നല്ല ഹൈറ്റിൽ വെള്ളം തങ്ങി നിൽക്കും. ഈ ഡാമിൽ നിന്നൊക്കെ വെള്ളം പോകുന്ന പോലെ ഇങ്ങനെ നമ്മുടെ സർവീസ് റോഡിലേക്ക് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓൺലി ത്രൂ പ്രോപ്പർ ഡ്രെയിനേജ് ത്രൂ മാത്രമേ ഈ വെള്ളം പുറത്തോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വെഹിക്കിൾ അണ്ടർപാസ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് തുടങ്ങിയ സ്ട്രക്ചറുകളെല്ലാം താഴ്ചയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ വാട്ടർ സ്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്തെ സ്ലോപ്പുകളെല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡ്രൈവേഴ്സിന് ഇപ്പോൾ നമ്മളായാലും വണ്ടി മൂവ് ചെയ്യുമ്പോൾ മഴക്കാലമാണ്, വൈപ്പേഴ്സ് ഇട്ടാൽ തന്നെ നമുക്ക് വളരെ ബ്ലറായിട്ട് നമുക്ക് വ്യൂ കിട്ടും. ഈ മൺസൂൺ സീസണിൽ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കാറ് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഒന്നാമത് നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിയത്തില്ല. പല സ്ഥലങ്ങളിലും കൈവശങ്ങളുണ്ട്, അതുപോലെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം, എന്താ പറയുക, മണ്ണിടിച്ചിലും കാര്യങ്ങളും നടക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വാഹനം ഓടിക്കുക. ഇനിയെങ്കിലും ഈ മഴക്കാലം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങൾ ഇതിൻ്റെതായ അതോറിറ്റിയും കോൺട്രാക്ടേഴ്സും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ഒരു മലപ്പുറം കൂരിയാട് ആവർത്തിക്കില്ലേ?